ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ജയപാലിൻ്റെ അടുത്ത് ചൂലുമായിട്ട് ശാരദ വന്ന് നിൽക്കുമ്പോൾ ജയപാലൻ ഇരിക്കുന്നില്ല കേട്ടോ. ജയപാലൻ പറയുന്നുണ്ട്, ഞങ്ങൾ പോകുന്ന വഴിക്ക് ഇവിടെ ഒന്ന് കയറിയെന്നുള്ളൂ, വിവരങ്ങളൊക്കെ അറിയാനായിട്ട് എന്ന് പറയട്ടോ. അപ്പോൾ വാ ഞങ്ങളെ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞിട്ട്, വാ പ്രവീണെ നമുക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് വിളിക്കുമ്പോൾ പ്രവീണ പറ അങ്ങനെ അങ്ങ് പോയാലോ, നമ്മുടെ മോനെ എവിടെയാണെന്ന് ഇവരോട് ചോദിക്കണ്ടേന്ന് ചോദിക്കാൻ കേട്ടോ. ജീവൻ കൊടുത്തത് ഞാനാണെന്നുണ്ടെങ്കിലേ അവനെ സംരക്ഷിക്കാനും എനിക്കറിയാം, ഇവരുടെ ഒന്നും സഹായം വേണ്ട എന്ന് പറയാണ്. അങ്ങനെ അവർ രണ്ടുപേരും പോവുകയാണ്. അപ്പോൾ രാധമ്മ ചോദിക്കും, നീ എന്താ ചൂലൊക്കെ എടുത്ത് വന്നത്? ഞാൻ വിചാരിച്ചു നീ അവരവിടെ നിന്നിട്ട് നീ അടിച്ചേനീന്ന്. പിന്നെ ഞാൻ അടിച്ചേനെ, പക്ഷെ ഞാൻ എൻ്റെ മകളെ കാണാത്തതിൽ വേദനിച്ച് സങ്കടപ്പെട്ട് നിൽക്കുകയാണ്. എന്തിനാണ് അവർ വന്നത്? മോൻ്റെ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടായില്ല, എന്താ കാര്യം? അമ്മ എനിക്കറിയില്ല, എന്താണോ ഇവിടെ വന്നിട്ട് ഇതൊക്കെ പറഞ്ഞതെന്ന് ശാരദയും പറയുന്നുണ്ട്. അപ്പോൾ പ്രവീണ ചോദിക്കുന്നു, ജയപാലനല്ലേ പറഞ്ഞത്, അവരൊക്കെ പാവങ്ങളാണ്, പറഞ്ഞ് പറ്റിക്കാൻ പറ്റുന്നു. അവർക്ക് ഭ്രാന്തായത് ഞാൻ അറിഞ്ഞു, ഇനിയിപ്പോൾ എന്ത് ചെയ്യും? എന്തായാലും നമുക്ക് പോകാം, പക്ഷേ അങ്ങനെ അങ്ങ് പോയാൽ ശരിയാവില്ലല്ലോ, അവർക്കിട്ടൊരു പണി കൊടുക്കാം നമ്മളോട് പെരുമാറിയതിനെന്ന് പറഞ്ഞിട്ട് അവിടെ കുറച്ച് സ്ത്രീകൾ അങ്ങനെ നടന്നു പോകുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ ലൂസിയമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് അവരൊക്കെ വിളിക്കുകയാണ് കേട്ടോ. അല്ല ലൂസിയമ്മ നല്ല അയൽക്കാരാ, ഇതൊക്കെ നടന്നിട്ട് ഇവിടെ ഒരു എത്തിച്ചു പോലും നോക്കിയില്ലല്ലോ എന്നൊക്കെ പറയും. എന്ത് നടന്നത്? ഇവിടുത്തെ യമുനില്ലേ, യമുനെ കാണാതായി, ഒരു രാത്രിയും 2 പകലും കഴിഞ്ഞു എന്നൊക്കെ ജയപാലൻ അവരോട് പറയുകയാണേ. ഈ സമയത്ത് ശാരദ ഇത് കാണുന്നത്. ശാരദ അമ്മനോട് പറയുന്നുണ്ട്, അമ്മേ അവിടെ എന്താ നടക്കുന്നതെന്ന് മനസ്സിലാവുന്നുണ്ടോ? ഇല്ല, നമ്മുടെ ഗേറ്റും പടിക്കൽ നിന്നിട്ട് അവർ നാട്ടുകാരോട് എന്താണ് പറയുന്നതെന്ന് നോക്കണമല്ലോ. അത് അവിടെ ഗേറ്റിൻ്റെ അവിടെ അല്ലേ, നീ അത് വിട്ടേക്ക്. അത് ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് ശാരദ വന്ന് ചോദിക്കുക, എന്താ അവിടെ സംഭവിച്ചതെന്ന് ചോദിച്ചിട്ട് വരികയാണ് കേട്ടോ. അപ്പോഴേക്കും അല്ല, യമുനെ കാണാതായെന്ന് പറഞ്ഞാൽ ആരെ കാണാതായി? ഇവിടെ ഒരാളെയും കാണാതായിട്ടില്ല, എൻ്റെ മക്കളൊക്കെ എൻ്റെ കൂടെ തന്നെ ഉണ്ടെന്ന് പറയുമ്പോഴേക്കും വണ്ടി വരികയാണ്. അപ്പോൾ നിവിനും ഇറങ്ങുന്നുണ്ട്, കാവേരിയും ഗംഗയൊക്കെ ഇറങ്ങി വരുന്നുണ്ട്. അപ്പോൾ ശാരദ ഇങ്ങനെ നോക്കുമ്പോൾ പതുക്കനും പിന്നെ ഇറങ്ങി വരുന്നത് യമുനയാണ് കേട്ടോ. തലയിൽ ഇങ്ങനെ ഷോളൊക്കെ ഇട്ട് മൂടി പൊതിച്ചിട്ട് ഗംഗ പിടിച്ചിട്ടാണ് കൊണ്ടുവരുന്നത്. അത് കാണുമ്പോഴേക്കും ശാരദ ഓടി വരികയാണ്. മോളെ എന്ന് പറഞ്ഞിട്ട് ഓടി ശാരദ യമുനയുടെ അടുത്തേക്ക് വരികയാണ് കേട്ടോ. എൻ്റെ മോളെ നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ നാട്ടുകാരൊക്കെ പറയുന്നുണ്ട് കേട്ടോ, എൻ്റെ മക്കൾ എൻ്റെ കൂടെ തന്നെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇപ്പോഴാണല്ലോ കൊണ്ടുവരുന്നത്. ഇത് നല്ല കോളേജിൽ പോക്കായെന്നൊക്കെ പറഞ്ഞിട്ട് യമുനെ പറ്റി കുറ്റം പറയുകയാണേ. അങ്ങനെ അകത്തേക്ക് പോണ സമയത്ത് ജയപാലൻ അവിടെ അങ്ങനെ അവരെ തടഞ്ഞു നിർത്തണം. നിങ്ങളുടെ മോളെ എന്തായാലും കിട്ടിയല്ലോ, എൻ്റെ മോൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറയും, അവനെവിടെ എന്ന് ചോദിക്കുകയാണേ. അപ്പോഴേക്കും കാവേരി നിവിനോട് ഇങ്ങനെ പുറത്തിറക്കാൻ പറയുകയാണേ. അപ്പോഴേക്കും നമ്മുടെ വിനീതാണെന്നുണ്ടെങ്കിൽ പിടിച്ച് കഴുത്തിന് കുത്തിപ്പിടിച്ചിട്ടാണ് കേട്ടോ ഇറക്കുന്നത്. അതിനുശേഷം വണ്ടിയുടെ ഗ്ലാസ്സിനോട് ചേർത്ത് നിർത്തിയിട്ട് കഴുത്തിൽ ഇങ്ങനെ കുത്തിപ്പിടിച്ചിട്ട് നിർത്തിയിരിക്കുകയാണ് വിശാലിനെ. അപ്പോൾ ഇത് കണ്ടിട്ട് ജയപാലനൊന്നും സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ. ജയപാലൻ ഇങ്ങനെ ആകെ അന്തം വിട്ട് നിൽക്കുകയാണേ. നിൽക്കുന്നത് നിങ്ങളുടെ മകൻ വിശാൽ എന്നൊക്കെ പറയാണ് കേട്ടോ കാവേരി. അപ്പോഴേക്കും ഓടി വന്നിട്ട് മോനെ എന്ന് പറഞ്ഞിട്ട് നിൽക്കുമ്പോഴേക്കും നിവിൻ പറയും, അതെ അകത്ത് പോയിട്ട് കാര്യങ്ങൾ സംസാരിച്ചാൽ മതി, ഇത് ഇവിടെ നാട്ടുകാരൊക്കെ നിൽക്കുന്നുണ്ടെന്ന് പറയും. അങ്ങനെ എല്ലാവരും കൂടെ അകത്തേക്ക് വരികയാണ് കേട്ടോ. വിശാലിനെ കണ്ടിട്ട് പ്രവീണയ്ക്ക് ആകെ സങ്കടമാവാണ്. എന്നെ മോനെ തല്ലി ചതച്ചല്ലോ എല്ലാവരും കൂടിയിട്ട് എന്നൊക്കെ പറയും. അപ്പോൾ കാവേരി പറയും, തല്ലി ചതയ്ക്കേണ്ട കാര്യം തന്നെയാണ് മോൻ ചെയ്തു വെച്ചിരിക്കുന്നത്. ഒരു പെൺകുട്ടിയെ തട്ടി കൊണ്ടുപോയി മാർത്താണ്ഡത്തുള്ള നിങ്ങളുടെ ഫാം ഹൗസിൽ കൊണ്ടുവന്നിട്ട് എന്നിട്ട് ഒരു രാത്രി അവളെ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഉപദ്രവിച്ചു, മാനസികമായിട്ട് അവളെ തകർത്താൻ ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് കാവേരി ഇങ്ങനെ ഒച്ചയും വിളിയെടുക്കാണ് കേട്ടോ. അപ്പോൾ പ്രവീണ പറയും, നീ ഈ രാഗിണിയുടെ അടുത്തേക്ക് പോകുന്നല്ലേടാ പറഞ്ഞത് എന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ ജയപാൽ ഇതൊക്കെ കേട്ടിട്ട് ദേഷ്യം വരികയാണ് കേട്ടോ. ഞാൻ പറഞ്ഞത് നുണയാണെന്നുണ്ടെങ്കിൽ ഇവനോട് തന്നെ ചോദിച്ചു നോക്ക്, ഇവൻ്റെ കയ്യിലിരിപ്പ് എന്ന് പറയാൻ കേട്ടോ. ഒരു പെണ്ണിനെ തട്ടിക്കൊണ്ട് പോകുന്നത് ചെറിയ കാര്യമാണെന്നാണ് വിചാരം. അപ്പോൾ പ്രവീണൻ പറയും, എടാ നീ രാഗിണിയുടെ അടുത്തേക്ക് പോകുന്നു എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോയില്ലേ, മാർത്താണ്ഡത്തേക്കാണ് നീ പോയത്, ഇവരെന്തൊക്കെയാണ് പറയുന്നത് എന്നൊക്കെ, ഇതിലെന്തെങ്കിലും സത്യം ഉണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണേ. അന്നേരം വിശാലൊന്നും മിണ്ടുന്നില്ല. അപ്പോൾ അവർ പറയും, മിണ്ടൂല എന്ന് പറയും. അപ്പം നിവിനും പറയുന്നുണ്ട് കേട്ടോ, അവന് മിണ്ടാൻ പറ്റില്ല, എല്ലാം ചെയ്തു വെച്ചത് അവനല്ലേ. അന്നേരം ജയപാലൻ പറഞ്ഞു, നീ ഈ കാര്യത്തിൽ ഇടപെടണ്ട, ഇതൊക്കെ ഞാൻ തീർത്തോളാം എന്ന് ചോദിക്കുന്നുണ്ട് ജയപാലൻ. നീ ഇതൊക്കെ ചെയ്തത് തന്നെയാണോ എന്ന് ചോദിക്കുമ്പോൾ വിശാലം മിണ്ടാതാകുമ്പോൾ ജയപാലൻ മനസ്സിലാവാണ് കേട്ടോ. പിന്നെ ജയപാലൻ അവിടെ ഇട്ടിട്ട് തല്ലിച്ചതൊക്കെയാണ് കേട്ടോ. നല്ല അടി കിട്ടുന്നുണ്ട് വിശാലിന് ജയപാലിൻ്റെ കയ്യിൽ നിന്ന്. പുറത്തൊക്കെ കുനിച്ച് നിർത്തിയിട്ട് ഇടിക്കുന്നുണ്ട്. അപ്പോഴേക്കും പ്രവീണ പിടിച്ച് വലിച്ച് മാറ്റി നിർത്താണ്. എന്നിട്ട് പറയുന്നുണ്ട്, അവളെ ഫോണ് പോലും ഇവൻ പിടിച്ച് വലിച്ച് വാങ്ങിച്ചു വെച്ച്, വീട്ടിലേക്കൊന്ന് വിളിക്കാൻ പോലുള്ള സൗകര്യം അവൻ ചെയ്തു കൊടുത്തില്ല അവൻ എന്നൊക്കെ പറഞ്ഞിട്ട് കുറ്റം പറയുകയാണ്. അങ്ങനെ അപ്പോഴേക്കും ഒരു ഫോൺ വരികയാണ്.
ഫോൺ വന്നിട്ട് ജയപാലൻ അങ്ങോട്ട് പുറത്തേക്ക് പോകാണ് കേട്ടോ. അപ്പോൾ പുറത്തേക്ക് പോകുമ്പോൾ ഇവരെല്ലാവരും കൂടിയിട്ട് ഇത് സംസാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ശാരദ ചോദിക്കുകയാണ്, എടാ എങ്ങനെ തോന്നിയടാ നിനക്കിത് ചെയ്യാനായിട്ട്? നിന്റെ കൂടെ കളിച്ച് വളർന്നതല്ലേടാ അവള്, പോട്ടെ അല്ലെങ്കിൽ പ്രായം തികഞ്ഞൊരു പെണ്ണാണെന്നും കൂടി നിനക്ക് ഓർക്കായിരുന്നില്ലേടാ എന്ന് ചോദിക്കുകയാണേ. അന്നേരം വിശാൽ പറയാണ്, എല്ലാവരും കൂടിയിട്ട് എന്നെ മാത്രം കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല, ഇതേ ഇവളോട് ചോദിച്ചു നോക്കും ഞാൻ ഇവളെ തട്ടിക്കൊണ്ടു പോയാണെന്നോ, ഇവള് മനസ്സോട് കൂടിയിട്ട് എൻ്റെ കൂടെ വന്നതാണ്, അല്ലെങ്കിൽ ഇവള് പറയട്ടെ എന്ന് പറയും കേട്ടോ. അപ്പം ശാരദ യമുനനെ നോക്കുകയാണ് കേട്ടോ. അപ്പം യമുന ഒന്നും പറയാതെ തല കുമ്പിട്ട് നിൽക്കുകയാണ് കേട്ടോ. ശാരദ ചോദിക്കുന്നുണ്ട്, ആണോടി നീ ഇവൻ്റെ കൂടെ ഇറങ്ങി ചെന്നതാണോ എന്ന് ചോദിക്കുകയാണേ. അപ്പോൾ ഒന്നും ഇടാതെ നിൽക്കണ കാണുമ്പോൾ ശാരദയ്ക്ക് മനസ്സിലാവും. അങ്ങനെ ശാരദ വേഗം തന്നെ വന്നിട്ട് അടിക്കുകയാണ് കേട്ടോ, നല്ല അടി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കാവേരി പറയുന്നുണ്ട്, അമ്മയ്ക്ക് കൈ ധരിക്കുന്നുണ്ടെങ്കിൽ ഇതേ അവനെ തല്ല്, തെറ്റ് ചെയ്തതേ അവനാണെന്ന് പറയും കേട്ടോ. അപ്പോൾ പ്രവീണ പറയും, ആഹാ ഇങ്ങോ വായോ തല്ലാനായിട്ട്, വിളിക്കുമ്പോഴേക്കും ഇറങ്ങി ചെല്ലാനായിട്ട് ഇറങ്ങി പോകാനായിട്ട് ഇവിടെ എന്താ ചെരുപ്പിട്ട് നിൽക്കുകയാണോ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ വിനീത് പറയും, നിങ്ങളുടെ മകൻ തന്നെയാണ് കുറ്റം ചെയ്തിട്ടുള്ളത്, നിങ്ങളുടെ മകൻ ഇവളെ തട്ടിക്കൊണ്ട് പോയത് തന്നെയാണ് എന്ന് വിനീത് പറയും കേട്ടോ. പിന്നീട് ചേർക്ക അവൻ തട്ടിക്കൊണ്ട് പോയത് ഇവളിറങ്ങി ചെന്നതല്ലേ എന്ന് പറയും കേട്ടോ. അപ്പോഴേക്കും ജയപാലൻ വരും കേട്ടോ. എന്താ ഇവിടെ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ, അതെ ഇവളും മനസ്സോട് കൂടിയിട്ട് വിശാലിൻ്റെ കൂടെ ഇറങ്ങിച്ചതാണ്, അല്ലാതെ തട്ടിക്കൊണ്ട് പോയതൊന്നുമല്ല. ആഹാ അങ്ങനെയാണോ എന്ന് ജയപാലൻ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ കാവേരി പറയും, അപ്പോൾ ജയപാലൻ പറയുന്നുണ്ട്, അതെ ഇതെന്തായാലും ഞാൻ തന്നെ കൈകാര്യം ചെയ്തോളാം, എടാ നീ എന്തിനാടാ ഇവിടെ തട്ടിക്കൊണ്ട് പോയത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ജയപാല. അപ്പോൾ വിശാലാണെന്നുണ്ടെങ്കിൽ ഒന്നും പറയാതെ കുമ്പിട്ട് നിൽക്കാൻ കേട്ടോ. ഇവൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം, ഇവന് ഞാനേ മര്യാദ പഠിപ്പിച്ചു കൊടുത്തോളാം, തെറ്റ് ഇവൻ്റെ ഭാഗത്ത് തന്നെയാണ്, ഇവൻ്റെ ആവശ്യമില്ലല്ലോ ഒരു പെൺകുട്ടിയെ പിടിച്ച് മാർത്താണ്ടത്തേക്ക് കൊണ്ടുപോകണ്ടേ, അങ്ങനെ എന്ത് കാര്യമായിട്ടാ നിനക്കുള്ളതെന്നൊക്കെ ചോദിച്ചിങ്ങാണ്ട് പിടിച്ച് വലിച്ചിങ്ങാണ്ട് കൊണ്ടുപോകാൻ കേട്ടോ. വിശാലിൻ്റെ കഴുത്തിന് പിടിച്ചിട്ട് കുത്തിപ്പിടിച്ചിട്ട് തന്നെയാണ് ജയപാലൻ കൊണ്ടുപോകുന്നത്. അപ്പോഴേക്കും പ്രവീണ് പുറകെ കൂടെ ഓടാണ് കേട്ടോ. ഈ സമയത്ത് യമുന ശാരദയുടെ അടുത്ത് വരാനുണ്ട്. ശാരദ ആകെ സങ്കടപ്പെട്ടിട്ട് നിൽക്കുകയാണേ. അപ്പം ശാരദനോട് യമുന പറയുന്നുണ്ട്, തെറ്റ് പറ്റിപ്പോയി അമ്മ, എന്നോട് ക്ഷമിക്കാം അമ്മേ, ഇനി ഞാൻ ഒരിക്കലും ഇങ്ങനത്തെ തെറ്റ് ചെയ്യൂല, അമ്മ പറയുന്നതനുസരിച്ച് ഞാൻ ജീവിച്ചോളാം എന്നൊക്കെ പറഞ്ഞിട്ട് ക്ഷമിക്കാം അമ്മയെ ക്ഷമിക്കുകയെന്ന് പറഞ്ഞിട്ട് കരയുന്നാണുമ്പോൾ ശാരദ സങ്കടത്തോടുകൂടി പറയും, സാറില്ല മോളെ, മോൾക്കൊരു നല്ല ജീവിതത്തിന് വേണ്ടിയിട്ടല്ലേ അമ്മ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് പറയും. അന്നേരം വിനീത് പറയുന്നുണ്ട്, അതെ ആരും വിചാരിക്കുന്ന പോലെ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല, അപ്പോൾ അവൾക്ക് കുറച്ച് റെസ്റ്റ് വേണം, അവൾ റെസ്റ്റ് എടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വിനീത് അങ്ങ് പോകുകയാണേ. ശാരദ യമുനനെ കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട്. അപ്പം ശാരദ പറയുന്നത്, സാറില്ല മോളെ പോട്ടെ, കാര്യമൊക്കെ ഇങ്ങനെയായില്ലേ, മോള് വിഷമിക്കൊന്നും വേണ്ട എന്നൊക്കെ പറയും. ഇതേ സമയം രാജേശ്വരി ജയപാലിൻ്റെ വീടിന് മുന്നിൽ കാത്തു നിൽക്കുകയാണ്. അപ്പോൾ വിശാലിനെയും കൊണ്ട് പ്രവീൺ ഇങ്ങനെ ഇറങ്ങണ കാണുമ്പോൾ തന്നെ രാജേശ്വരി ഓടിച്ചു, അയ്യോ ഇതെന്തേ കുഞ്ഞിനോട് ചെയ്തു വെച്ചിരിക്കുന്നതെന്നൊക്കെ ചോദിക്കട്ടോ. കുഞ്ഞിനോട് ചെയ്തു വെച്ചിരിക്കുന്നത് ഇവനാണ് തെറ്റ് ചെയ്തത് രാജി, ഇവനാണ് ചെയ്തത്, ഒരു പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി ഒളിവിൽ താമസിപ്പിക്കുന്നത് ചെറിയ കാര്യമാണെന്നാണോ വിചാരം എന്ന് പറഞ്ഞിട്ട് പിന്നെ അടിക്കൂട്ടോ. ഒരുപാട് അടി വിശാലിന് ജയപാലിൻ്റെ കൈ കിട്ടുന്നു. നീ എന്താണ് വിചാരിച്ചത്, മറ്റുള്ള തരികിടകൾ പോലെയാണോ ഇതെന്നാണോ നീ വിചാരിച്ചത്, ഒരു പെണ്ണിനെ തട്ടിക്കൊണ്ടു പോകുന്ന വെച്ചത് വലിയ കേസാണ്. അപ്പോൾ രാജേശ്വരി പിടിച്ചു മാറ്റുന്നുണ്ട് കേട്ടോ. രാജി നീ എന്താ പറയുന്നത്, ഒരു പെണ്ണിനെ തട്ടിക്കൊണ്ടുപോയി പിടിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കുന്ന അറിയാം, ഇന്നത്തെ കാലഘട്ടത്തെ നിയമങ്ങൾ നിനക്കറിയോ, പിന്നീട് ആജീവനാന്തം കിടക്കേണ്ടി വരും, ജയപാലിന് സ്വത്തുണ്ട്, ഈ പുഷ്പാടിയുടെ പകുതി മണ്ട് ജയപാലിൻ്റെയാണ്, പക്ഷേ അതൊന്നും പോരാടാ, ഒരു പെണ്ണിനെ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ ജയപാലനെ തരികിട കാണിച്ചിട്ടുണ്ട്, വേറെ പല തരികിടകളും കാണിച്ചിട്ടുണ്ട്, പക്ഷേ പെണ്ണ് കേസിൽ ജയപാലൻ വിട്ടിട്ടില്ല, അങ്ങനെ പെടുകയില്ല. അതിൻ്റെ ഭവിഷ്യത്ത് എന്താണെന്ന് ജയപാലൻ നന്നായിട്ട് അറിയാം. നീ എന്താണ് അങ്ങനെയൊക്കെ ചെയ്തു പോയത് എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും എന്നെ കുറ്റം പറഞ്ഞാൽ മതിയല്ലോ, ഞാൻ എന്തിനാണ് ഇത് ചെയ്തതെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ, ആരെങ്കിലും ചോദിച്ചോ, എല്ലാവരും എന്നെ തല്ലിച്ചതച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയട്ടോ. അപ്പോൾ നീ എന്തിന് ചെയ്തത്, ആർക്ക് വേണ്ടി ചെയ്തതെന്ന് ചോദിക്കുക. അച്ഛന് വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്തതെന്ന്. എനിക്ക് വേണ്ടിയിട്ടോ എന്ന് ചോദിക്കുകയാണ് ജയപാലൻ. അതെ അച്ഛൻ അവരെ അപമാനിച്ചില്ലേ, കല്യാണപ്പന്തലിൽ നിന്ന് അവരെ ഇറക്കി വിട്ടില്ലേ, അതിന് പ്രതികാരം ചെയ്യാനായിട്ട് ഇറങ്ങി തിരിച്ചതാണ് ഞാൻ. അപ്പോൾ എന്തായാലും എനിക്ക് ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിലേ അവർ നാളെ ഈ പുഷ്പവാടി കൂടെ ഇറങ്ങി നടക്കുമ്പോൾ അവർ തലയിൽ മുണ്ടിട്ട് നടക്കണം, അതിന് വേണ്ടിയിട്ടാണ് ഒരു രാത്രി ഞാൻ അവിടെ താമസിപ്പിച്ചത്, അല്ലാതെ ഞാൻ അവളെ സൗന്ദര്യം കണ്ട് മയങ്ങിയിട്ടൊന്നുമല്ല, ഒരു പെണ്ണെന്ന രീതിയിൽ ഞാൻ അവളെ തൊടു പോലും ചെയ്തിട്ടില്ല എന്ന് പറയട്ടോ. അതിന് അങ്ങനെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് അവളെ തട്ടിക്കൊണ്ടുപോകേണ്ട കാര്യമൊന്നുമില്ല, ഞാനൊന്ന് വിരലിന് ഓടിച്ചാലേ അവളെ എൻ്റെ കൂടെ ഇറങ്ങി വരും. പക്ഷേ ഞാൻ ഈ ചെയ്തത് മുഴുവൻ അച്ഛന് വേണ്ടിയിട്ട്, അച്ഛനെ നാണം കെടുത്തിയിട്ടുണ്ടെങ്കിൽ അച്ഛനെ നാണം കെടുത്തിയ പോലെ തന്നെ അവരും നാണം കെടുക്കണം, ആൾക്കാർ മുന്നിൽ അവർ നാണം കെട്ടിട്ട് അവരെ കൂവി വിളിക്കണം, അതിന് വേണ്ടിയിട്ടാണ് ഞാനിതൊക്കെ ചെയ്തതെന്ന് പറയുമ്പോൾ ജയപാലൻ പറയുകയാണെ, എടാ അതിന് വേണ്ടിയിട്ട് നീ എന്തിനാണ് ഇറങ്ങി തിരിച്ചത്, ജയപാലിൻ്റെ കണക്കുകളൊക്കെ ജയപാലൻ തന്നെ തീർത്തോളാം, നീ അത് തീർക്കണ്ടെന്ന് പറയട്ടോ. അപ്പോൾ എൻ്റെ സ്ഥാനത്ത് അച്ഛനാണെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യാമെന്ന് ചോദിക്കുകയാണെ. എന്നിട്ട് പറയും, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പല കാര്യങ്ങളും ഒഴിവാക്കായിരുന്നല്ലോ, അരവിന്ദനങ്ങളുടെ മരണം അടക്കം ഒഴിവാക്കായിരുന്നു എന്ന് പറയാണ് കേട്ടോ.
അത്രയാണ് ഇന്നത്തെ എപ്പിസോഡിലുള്ളത്. നാളത്തെ പ്രമോല് കാണിച്ചിട്ടുള്ളത് കാവേരിയും ശാരദയും യമുനയും കൂടിയിട്ട് ഇങ്ങനെ പുറത്തിങ്ങനെ നടക്കുന്ന സമയത്ത് അയൽക്കാരൊക്കെ വന്നു കണ്ടിട്ട് ഇങ്ങനെ അപമാനിക്കുന്ന രീതിയിൽ സംസാരിക്കുകയാണ് കേട്ടോ. യമുനനെ അടിച്ചാൽ ഉപദ്രവിച്ചു നശിപ്പിച്ചു എന്നുള്ള രീതിയിലൊക്കെയാണ് കേട്ടോ അവർ സംസാരിക്കുന്നത്. അത് കേട്ടിട്ട് യമുന പൊട്ടിക്കരയുന്നുണ്ട്. ശാരദയാണെന്നുണ്ടെങ്കിൽ ആകെ സങ്കടപ്പെടുന്നുണ്ട്. ഇത് കണ്ടിട്ട് കാവേരിക്ക് ദേഷ്യം വന്നിട്ട് കാവേരി കല്ലെടുത്തെറിഞ്ഞ് അവർ ഓടിക്കാണ് കേട്ടോ. എൻ്റെ മുറ്റത്തേക്ക് വന്നു പോകരുത്, അരവിന്ദൻ്റെ മകള് കാവേരിയായി പറയുന്നത് കണ്ടിട്ട് എല്ലാവരെയും കല്ലെടുത്തെറിഞ്ഞ് ഓടിക്കുകയാണ്. പിന്നെ കാണിക്കുന്നത് വിശാലിനെ ഡോക്ടറെ അടുത്തേക്ക് കൊണ്ടുപോകാണ് കേട്ടോ. വിശാലിന് എന്തൊക്കെയോ കാര്യമായിട്ടുള്ള എന്തോ സംഭവിച്ചിട്ടുണ്ട് ആ അടിയിൽ. അതിനെ ഡോക്ടറെ അടുത്ത് പോയിട്ട് പ്രവീണ പറയുന്നുണ്ട്, എനിക്ക് തോന്നുന്നത് ഈ ഒരു കാര്യത്തിന് വേണ്ടി മാത്രമല്ല അവർ വിശാലിനെ തല്ലിച്ചതച്ചത്, ജയബാലേട്ടനോടുള്ള ദേഷ്യം കൂടിയാണ് തീർത്തതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ പ്രമോല്.